ആരാണ് സോനം വാങ്ചുക്? ലഡാക്കിലെ കടുത്ത തണുപ്പിലും ഇപ്പോൾ ദില്ലിയിലെ കത്തുന്ന ചൂടിലും ഒരു ജനതയ്ക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യൻ. സ്വയം തോൽക്കാതെ, ഒരു സമൂഹത്തെ തോൽപ്പിക്കാതെ ഒരു നല്ല സിസ്റ്റം ഉണ്ടാക്കിയെടുത്ത ആൾ. ലഡാക്കിലെ പരാജയപ്പെട്ട വിദ്യാഭ്യാസ രീതിയെ മാറ്റിമറിച്ച് വിദ്യാർത്ഥികളല്ല, മറിച്ച് ഇവിടുത്തെ ഭരണ സംവിധാനവും വിദ്യാഭ്യാസ സംവിധാനവുമാണ് തെറ്റെന്ന് ലോകത്തോട് കാണിച്ചു കൊടുത്തു. ആഗോളതാപനം മൂലം മഞ്ഞുമലകൾ അപ്രത്യക്ഷമായപ്പോൾ ഐസ് തൂബ എന്ന സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ച് വരണ്ട ഭൂമിയിൽ വെള്ളമെത്തിച്ച പ്രതിഭയാണ് സോനം വാങ്ചുക്. അയാൾ ഇന്ന് ദില്ലിയിൽ നിരാഹാരം കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. എന്തിനാണ് സോനം വാങ്ചുക് നിരാഹാര സമരം കിടക്കുന്നത്? രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലെ അരക്ഷിതാവസ്ഥ തുറന്നു കാണിച്ചുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധത്തിന് ഐക്യപ്പെട്ടുകൊണ്ടാണ് സോനം വാങ്ചുക് നിരാഹാര സമരം നടത്തുന്നത്. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ തരിപ്പണമാക്കിയ BJP മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടിയാണത്. ചരിത്രത്തെ അപനിർമ്മിച്ചുകൊണ്ട് ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന്റെ ശവക്കല്ലറ പണിയുന്ന BJPയെ തുറന്നു കാണിക്കുകയാണ് സോനം വാങ്ചുകും കോക്രോച്ച് ജനതാ പാർട്ടിയും. ഇങ്ങനെ ഈ പ്രതിഷേധ സമരം നടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഇടതു പാർട്ടി നേതാക്കളും വിദ്യാർത്ഥി സംഘടനകളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും രാജ്യത്തിന്റെ തെരുവുകൾ സമരം നടത്തുകയുമാണ്. ഇത്തരം സന്ദർഭങ്ങൾ രാജ്യ തലസ്ഥാനത്ത് നടക്കുമ്പോഴും ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ മിണ്ടാട്ടമില്ല. കുറച്ചു ദിവസം കഴിഞ്ഞാൽ സോനം വാങ്ചുക് ഇനി ഇല്ല എന്ന വാർത്തകൾ കേൾക്കാൻ വേണ്ടിയാണോ ഭരണതലപ്പത്തുള്ളവരുടെ ഇപ്പോഴത്തെ ഈ മൗനം?